ിലേക്ക് കേരള രണ്ടാം സീസണ് ആവേശകരമായ തുടക്കമാണ് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഫോഴ്സ കൊച്ചിയെ 1-2 ഗോളുകൾക്ക് കാലിക്കറ്റ് FC പരാജയപ്പെടുത്തി ഒരു വിജയ തുടക്കം സ്വന്തം മണ്ണിൽ കാലിക്കറ്റിന് നേടാനായി. കഴിഞ്ഞ ഫൈനലിൽ എവിടെ അവസാനിപ്പിച്ചോ അവിടെ അതേ സ്കോറിൽ അതേ ടീം എന്നുള്ള രീതിക്ക് കാലിക്കറ്റ് FC വന്നു എന്നുള്ളതാണ്. നമുക്കൊപ്പം മീഡിയ വണ്ണിൻ്റെ സ്പോർട്സ് ഡെസ്കിലെ ജേർണലിസ്റ്റുകൾ ചേരുകയാണ്. ഈ മത്സരം വീക്ഷിക്കാൻ ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കിലെ ജേർണലിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ആളുകൾ ഓരോ ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിലയിരുത്താൻ പോവുകയാണ്. നോക്കൂ, സ്കോർ 2-1. പക്ഷെ അപ്പോഴും ഷറഫുദ്ദീൻ, ആദ്യം ഷറഫു, കളിച്ചത് കൊച്ചിയാണ് എന്ന് ആളുകൾ പറയുന്നു. കോഴിക്കോട് അവരുടെ ഒരു പ്രതിരോധം വളരെ സ്ട്രോങ് ആയിരുന്നു. കൊച്ചിയുടെ കളി നെയ്യുന്ന മധ്യനിരയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആരും വന്നു. ഒരു നല്ല ഫുട്ബോൾ നമ്മൾ കണ്ടു. ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാമ്പ്യന്മാരും പിന്നെ ഫൈനലിസ്റ്റും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. തീർച്ചയായും മികച്ചൊരു മത്സരം തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ആദ്യ 10 മിനിറ്റിൽ കാലിക്കറ്റ് നന്നായിട്ട് തന്നെ കളിച്ചു. അവരതിൽ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഒരു ഗോൾ വന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് കൊച്ചി ആയിരുന്നു. ഫോഴ്സ കൊച്ചി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തെങ്കിലും കാലിക്കറ്റിൻ്റെ ഡിഫൻസ് ആയിരുന്നു ആദ്യ പകുതിയിൽ പിടിച്ചു നിർത്തിയത്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിലും കൂടുതലും അറ്റാക്ക് ചെയ്ത് കളിച്ചതും ഫോഴ്സ കൊച്ചി തന്നെയാണ്. പിന്നെ അവരുടെ അവസാന നിമിഷം അവരൊരു ഗോൾ കണ്ടെത്തി. മത്സരത്തിന് 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ അവസാന മിനിറ്റുകൾ അവരൊരു ഗോൾ മടക്കി. ആ ഗോൾ മടക്കിയതിന് ശേഷം പിന്നെ കാലിക്കറ്റ് ഒരു തിരിച്ചുവരവ് നടത്തുന്നത് നമ്മൾ കണ്ടു. കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ഈ മത്സരത്തിൽ കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഒരു ഡിഫൻസ് അറ്റാക്ക് മത്സരം തന്നെയാണ്. പിന്നെ കാലിക്കറ്റിൻ്റെ ഡിഫൻസും ഫോഴ്സ കൊച്ചിയുടെ അറ്റാക്കും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഇന്ന് കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. ഫസീഹ് കാലിക്കറ്റിൻ്റെ ഒരു പ്രതിരോധത്തെക്കുറിച്ച് നമുക്ക് പറയാതെ വയ്യ. കാരണം ഏത് നിമിഷവും ഗോൾ വന്ന് വീഴും എന്നുള്ള ഘട്ടത്തിൽ പോലും അത് വഴങ്ങാതെ നിന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലിക്കറ്റിൻ്റെ മുന്നേറ്റ നിരയിലെ താരങ്ങൾ മധ്യനിരയിലേക്ക് വരികയും മധ്യനിരയിലെ താരങ്ങൾ പ്രതിരോധ നിരയിലേക്ക് വരികയും ഗോൾ കീപ്പറുടെ മുന്നിൽ അങ്ങ് പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ മത്സരത്തിൽ 2 വിദേശ താരങ്ങളും 2 ഇന്ത്യൻ താരങ്ങളെയും വെച്ചിട്ടാണ് കാലിക്കറ്റ് അണിനിരന്നിട്ടുള്ളത്. സോസയും റിച്ചാർഡും സ്റ്റോപ്പർ ബാക്കിൽ നടത്തിയപ്പോൾ സാലിമും റിയാസ് പീട്ടി എന്ന 2 വിങ്ങിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിൻ്റെ ഡിഫൻസ് ആയിരുന്നു മത്സരത്തെ മൊത്തത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. പ്രശാന്ത് മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ പിന്നിലേക്ക് ഇറങ്ങി സപ്പോർട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും കാലിക്കറ്റിൻ്റെ ഡിഫൻസ് ആയിരുന്നു കൊച്ചിയുടെ അറ്റാക്കിനെ മൊത്തം പിടിച്ചു നിർത്തിയത്. അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും കൂടുതൽ ഗോളുകൾ കോഴിക്കോടിൻ്റെ പോസ്റ്റിലെത്തിയേനെ. അത്രമേൽ ശക്തമായിരുന്നു കൊച്ചിയുടെ അറ്റാക്ക്. ആ അറ്റാക്കിനെ പിടിച്ചു നിർത്തിയത് ഓരോ സ്റ്റോപ്പർ ബാക്കിൽ അല്ലെങ്കിൽ ഓരോ ഡിഫൻഡർമാരുടെയും കൃത്യമായ പൊസിഷനിങ്ങും അവിടെ കൃത്യമായ ടൈറ്റായിട്ടുള്ള മാർക്കിങ്ങുമായിരുന്നു. നമ്മൾ പല തവണ കണ്ടതാണ് കോഴിക്കോടിൻ്റെ പോസ്റ്റിലേക്ക് കൊച്ചി ഇരമ്പി എത്തുന്നത്. ആ അറ്റാക്കുകളൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് കൃത്യമായ ടൈറ്റായിട്ടുള്ള മാർക്കിങ്ങും പൊസിഷനിങ്ങും മാത്രമായിരുന്നു. ഓക്കെ, ഹരികൃഷ്ണൻ, ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ നിജോ ഗിൽബർട്ടിൻ്റെ ഒരു അസാധ്യമായ പെർഫോമൻസ്, പ്രത്യേകിച്ച് ഇടത് വിങ്ങിൽ നിന്ന് നിജോയുടെ പന്തുകൾ പലപ്പോഴും കണക്ട് ചെയ്യാൻ അവരുടെ താരങ്ങൾക്കായില്ല. എന്നാൽ പോലും ചാട്ടുളി പോലെ നിജോ പലപ്പോഴും പന്തുമായി പോകുന്നത് നമ്മൾ കണ്ടു. റാഷിദിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹം മധ്യനിരയിൽ നിന്ന് ആ കളി അങ്ങ് ഏറ്റെടുത്തു. കൊച്ചിയുടെ മധ്യനിരയും മുന്നേറ്റ നിരയും നമ്മൾ എങ്ങനെ കാണണം അവരുടെ ഒരു പെർഫോമൻസിനെ? അത് പറഞ്ഞ പോലെ തന്നെ ഈ മിഡ്ഫീൽഡ്, കൊച്ചിയുടെ മിഡ്ഫീൽഡ് എങ്ങനെയാണോ കളിച്ചത്, മിഡ്ഫീൽഡ് പിന്നെ അതുപോലെ തന്നെ നിജോ ഗിൽബർട്ടിൻ്റെ വിങ്, അതിലൂടെയാണ് കൂടുതൽ അറ്റാക്കുകൾ നടന്നത്. അപ്പോൾ ഈ മിഡ്ഫീൽഡിൽ റാച്ചിഡും അതുപോലെ തന്നെ വേറെ സ്പാനിഷ് താരവും കൂടി ആ ഒരു മിഡ്ഫീൽഡിനെ പിടിച്ചു നിർത്തുന്നതും ആ അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിജോ ഗിൽബർട്ടിൻ്റെ വിങ്ങിലേക്ക് ആണ് കൂടുതൽ അറ്റാക്കുകളും വന്നത്. നിജോ ഗിൽബർട്ട് ക്രോസുകൾ നൽകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ക്രോസുകൾ കണക്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായില്ല. പക്ഷേ പിന്നെ നമ്മൾ അവസാനം കണ്ടു ഇപ്പുറത്തെ വിങ്ങുന്നു മറ്റൊരു വിങ്ങുന്നു ഒരു ക്രോസ് വരുന്നു, ആ സ്ട്രൈക്കർ അത് ഗോളടിക്കുന്നതും കണ്ടു. അപ്പോൾ മിഡ്ഫീൽഡാണ് ഈ കളിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോഴ്സ കൊച്ചിയുടെ കളി നിയന്ത്രിച്ചതും. പിന്നെ നിജോ ഗിൽബർട്ടിൻ്റെ വിങ്ങുമാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോഴും കോഴിക്കോടിൻ്റെ വലയിലേക്ക് പന്തുകൾ ഇങ്ങനെ നിരന്തരം എത്തിയിരുന്നെങ്കിലും ഹജ്മൽ എന്നൊരു ഫാക്ടറാണ് യഥാർത്ഥത്തിൽ. ഹരിഗോവിന്ദ്, ഇന്ന് ഹജ്മൽ നമ്മൾ പറഞ്ഞത് വലിയ പരീക്ഷണങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ലെങ്കിൽ പോലും 1-2 സേവുകൾ, ഈ പറഞ്ഞതുപോലെ പ്രതിരോധ നിര ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെ ഗോൾ കീപ്പർക്കും ഇന്ന് നേരിയ പണിയുണ്ടായിരുന്നു. മഹേഷ്, തീർച്ചയായും ആദ്യ മത്സരത്തിൻ്റെ ആ ഒരു ഒരു പേസ് കുറവ് ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നു. 2 ടീമുകളും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തോൽക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഹാഫിലൊന്നും അത് ത്രൂ ഔട്ട് അറ്റാക്ക് നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ആദ്യം കാലിക്കറ്റ് ഒരു നിർണായക ലീഡ് നേടുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഫോഴ്സ കൊച്ചിയുടെ ഒരു ഗംഭീര പ്രകടനമാണ്. അപ്പോൾ ആ സമയത്ത് അജ്മലിന് അല്പം പണി ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം തുടർച്ചയായി ഫോഴ്സ കൊച്ചിയുടെ താരങ്ങൾ ബോക്സിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. നിർണായകമായ
പോസ്റ്റിലിടിച്ച് ബോൾ പോകുന്നത് കണ്ടു. അപ്പോൾ നിർണായകമായ സേവുകൾ ഫസ്റ്റ് ഹാഫിൽ അജ്മലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അജ്മലിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു താരത്തെ കഴിഞ്ഞ തവണ കൊച്ചിയുടെ വലയാണ് അജ്മൽ കാത്തത്. ഇത്തവണ നേരെ എതിർ പോസ്റ്റിൽ വന്ന് നിന്ന് കൊച്ചിയുടെ അടികൾ തടുക്കാനാണ് അജ്മൽ വന്നിരുന്നത്. അപ്പോൾ എന്തായാലും ആ പ്ലെയറുടെ ഭാഗത്ത് നിന്ന് ഒരു ആവറേജ് അബവ് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ സന്തോഷ് ട്രോഫി ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ ഈ ഒരു 5 വർഷമായിക്കോട്ടെ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിലും അദ്ദേഹം ഒരു പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു താരത്തിന് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടും ആവറേജ് മുകളിലൊരു പെർഫോമൻസ് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇന്നും അതുണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ കൊച്ചി ഒരു ഗോൾ സ്കോർ ചെയ്താൽ അത് കീപ്പറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ബോളാണ്, ഡിഫൻസിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അവിടെ. അപ്പോൾ ആ ഒരു ഗോളായത് ഒഴിച്ചു കഴിഞ്ഞാൽ അജ്മലിൻ്റെ ഭാഗത്ത് നിന്നൊരു സമ്പൂർണ്ണ പാക്ഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു വൻമതിൽ പോലെ തന്നെ പുറകിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം നിർണായകമായ ഫ്രീ കിക്കുകൾ അദ്ദേഹം തടുക്കുന്നത് കണ്ടു. അപ്പം അജ്മൽ എന്തുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ്. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പരീക്ഷണങ്ങളൊന്നും ഇപ്പോൾ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടു. അദ്ദേഹം ഗംഭീര പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുക്കുന്ന നമ്മൾ കണ്ടു. അപ്പം അത്തരത്തിലൊരു വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇതൊന്നുമല്ല, ഇനിയും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വലിയ പരീക്ഷണം അദ്ദേഹം നേരിട്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മികച്ച കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഓക്കെ, അതാണ് അപ്പോൾ 2-1 കാലിക്കറ്റ് ജയിച്ചത്. 13-ാം മിനിറ്റിൽ അജിൻ ഫൗൾ മുഹമ്മദ് റിയാസ് പന്തുമായി മുന്നോട്ട് പോയി ഇടത് വിങ്ങിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു. ബോക്സിനകത്ത് അജിൻ ഫൗൾ ചെയ്യുന്നു, അത് പെനാൽറ്റിയിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യൻ റിങ്കൻ അനായാസം അത് പോസ്റ്റിൻ്റെ വലത് മൂലയിലേക്ക് ചെത്തിയിട്ട് ആദ്യ ഗോൾ കാലിക്കറ്റിനായി നേടുന്നു. 88-ാമത്തെ മിനിറ്റിലാണ് ഫോഴ്സ കൊച്ചിയുടെ ഒരു മറുപടി ഗോൾ വരുന്നത്. സംഗീത് സന്തോഷിൻ്റെ ഒരു പാസ്, ഡഗ്ലസ് ടാർഡിൻ ഒരു മനോഹരമായൊരു ഹെഡർ. ഒരു പക്ഷേ ഈ ഇന്നത്തെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന് അതായിരുന്നു. ഒരു മനോഹരമായ ഹെഡർ അത് പോസ്റ്റിലേക്ക് എത്തുന്നു. 88-ാം മിനിറ്റിൽ 90-ാം മിനിറ്റിൽ കഴിഞ്ഞു ഇഞ്ചുറി ടൈമിലേക്ക് 90 മിനിറ്റ് 3 സെക്കൻഡ് പിന്നിടുമ്പോഴാണ് വലത് വിങ്ങിൽ നിന്ന് പ്രശാന്തിൻ്റെ ഒരു മനോഹരമായ ക്രോസ്, അതിന് അരുൺ കുമാർ കാലുവെച്ച് നൽകുന്നു, പോസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ 2-1 വീണ്ടും കാലിക്കറ്റ് ജയിക്കുകയാണ്. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യ മത്സരം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആവേശകരമായിരുന്നു. ഇടയ്ക്കൊന്ന് വിരസമായി എന്നൊക്കെ പറയാമല്ലേ, ഇടയ്ക്കൊന്ന്. അതെ, പക്ഷേ അവസാനം എങ്ങനെയായിരുന്നു ഒരു അറ്റ് ദി എൻഡ് അത് ജയിക്കുക എന്നാണല്ലോ. അറ്റ് ദി എൻഡ് ഹോം ടീം ജയിക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഒരു നല്ല കാര്യമാണ്. ഓക്കെ, ക്ലൈമാക്സ് ഗംഭീരമായി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തുടരും. മീഡിയ വണ്ണിൻ്റെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ഈ മത്സരം കൃത്യമായി തന്നെ വീക്ഷിക്കും, അത് വിലയിരുത്തും. ഞങ്ങൾക്കൊപ്പവും തുടരുക, സൂപ്പർ ലീഗിനൊപ്പവും തുടരുക.